വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് കൊടിയിറങ്ങി. ആഘോഷ പരിപാടിയുടെ ഭാഗമായി രാവിലെ മുതൽ തന്നെ ദേവാലയത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും കുർബാനയും നടന്നു. സ്നേഹവിരുന്നോടുകൂടിയാണ് തിരുനാളിന് സമാപനമായത്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു കെജിസ് ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. കെജിസ് ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. വണ്ടിപ്പെരിയാർ അസംഷൻ ദേവാലയ ഇടവക മധ്യസ്ഥയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാളിന് സമാപനമായി. ഓഗസ്റ്റ് 6 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ ഭക്തി ആദരപൂർവ്വമുള്ള ചടങ്ങുകളോടെയാണ് തിരുനാൾ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരുന്നത്. സമാപന ദിവസമായ ഇന്ന് രാവിലെ മുതൽ തന്നെ രൂപതയ്ക്ക് കീഴിലെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും എത്തിയ വൈദികരുടെ നേതൃത്വത്തിൽ പ്രത്യേക പ്രാർത്ഥനകളും ശുശ്രൂഷകളും കുർബാനയും നടന്നു. ഇതിനുശേഷം ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണം പാലം ചുറ്റി തിരികെ ദേവാലയത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രാർത്ഥനയ്ക്കും വെടിക്കെട്ടിനും ശേഷം തിരുനാളിന് കൊടി ഇറങ്ങുകയായിരുന്നു. ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് നെടുമ്പറമ്പിൽ, സഹവികാരി ഫാദർ എബിൻ വർഗീസ്, മറ്റ് വൈദികർ എന്നിവർ ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തിരുനാൾ കൺവീനർ വർഗീസ് വലിയപറമ്പിൽ, ഇടവക സമിതി സെക്രട്ടറി ക്രിസ്റ്റഫർ കാരംകാട്ടിൽ, മറ്റ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. വണ്ടിപ്പെരിയാറിന്റെ വിവിധ പ്രദേശത്തു നിന്നും നിരവധിയായ വിശ്വാസികളാണ് ദേവാലയത്തിൽ എത്തിയിരുന്നത്. തുടർന്ന് നടന്ന സ്നേഹവിരുന്നോടുകൂടിയാണ് തിരുനാൾ സമാപിച്ചത്. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.